പുള്ളി ഇവിടുന്ന് ഓടി വന്ന് ഒരു കപ്പ് വെള്ളം ചോദിച്ചു വീട്ടിൽ നിന്ന്. എൻ്റെ ഭാര്യ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞ് വണ്ടി എനിക്ക് കൊട്ടാരക്കര വരെ പോകണമെന്ന്. ഞാൻ ചോദിച്ചു എന്തുവടെ കാര്യം പറയുന്നില്ല. ഇയാൾ വണ്ടി വിടുമെന്ന് പറഞ്ഞു. വണ്ടി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് എൻ്റെ പെണ്ണുമ്പിള്ളെ കയറ് വെച്ച് മുറുക്കി. അത് കഴിഞ്ഞ് ചത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ കൊടുവാൾ വെച്ച് മുറിച്ചെന്ന് പറഞ്ഞു. കഴുത്ത് വെട്ടി മാറ്റിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തൊരു പണിയാണ് ഇത് എന്നും പറഞ്ഞ് അത് എന്നെ സ്റ്റേഷനിൽ ഞാൻ വൺ വേ കൂടെ അങ്ങ് കയറിപ്പോയി. വൺ വേ കൂടെ കയറി ചെന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇവനെ വഴി ഇറക്കി വിടാൻ നോക്കിയല്ലോ. അങ്ങനെ സ്റ്റേഷൻ്റെ അകത്തുകൊണ്ട് ഈ വാസു സാറുണ്ടാകും. വാസാറിൻ്റെ ഈ കൊണ്ടങ്ങ് കൊടുത്തു. വാസാറ് അന്നേരം സെല്ലിലങ്ങ് അടച്ചു. എനിക്ക് പിന്നെ ഇവൻ്റെ കയ്യെ ചോരയിരുന്നു. ചോര കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ചോര കയ്യിലുണ്ട്. പിന്നെ ആദ്യം വെള്ള ഷർട്ടായിരുന്നു ഇട്ടിരുന്നത് രാവിലെ. അത് ഊരിയിട്ട് വേറെ നല്ല ചുവന്ന ഷർട്ടും കൈലിയും എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഷർട്ട് മൊത്തം ചോരയുണ്ട് അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഏതെങ്കിലും സംഭ്രമം അങ്ങനെയുള്ള ഉണ്ടായിരുന്നു? ഇവർക്ക് കൂടെ ഒരു വഴക്കൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇയാൾക്ക് സംശയമോ വണ്ടി അല്ല, അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ഈ സുഖമില്ലാതെ വരുമല്ലോ. സുഖമില്ലാതെ വരുമ്പോൾ ഈ ശരീരം വല്ലാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ഞാൻ വിചാരിച്ച അതാണ്. ഒരു കപ്പേ കേട്ടോ, ഒരു കപ്പ് വെള്ളം വാങ്ങിച്ച് കുടിച്ച് ഈ വിറയ്ക്ക് കിടന്ന് വിറയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സംഭവം അതാ. വിറയലായിരുന്നു. ഇയാൾക്ക് സുഖമില്ലാതെ വരും കൂടെ. ഇയാളുടെ ഭാര്യ പുള്ളിയുടെ ഈ ഇടയ്ക്കും പോയായിരുന്നു ഹോസ്പിറ്റലിൽ, ESI പോയായിരുന്നു ചീരങ്കാവ്. അങ്ങനെ സുഖമില്ലാത്ത ഒരാളാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ സംഭവം ചെറിയ വീട്ടുവഴക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷേ പുറത്താരും അറിയത്തക്ക രൂപത്തിലില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിചാരിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുമെന്നൊരു വിചാരമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. കിടപ്പ് അടുക്കളയ്ക്ക് തൊട്ടപ്പുറത്തെ മുറിയില്ല. അവരും ഭർത്താവ് അവർ പണ്ട് മുതലേ ഇവൻ്റെ അടുത്ത് ദുഃഖം അനുഭവിക്കുക. അവർ നല്ലൊരു സ്വഭാവക്കാരിയാണ്. ഇവൻ ഈ അടുത്ത സമയം കൊണ്ട് 3 പ്രാവശ്യം ആലഞ്ചേരി മുക്കി വരും ചാരായം കുടിക്കാൻ. ഇന്നലെ രാത്രി വന്ന് ഇവൻ ചാരായം കുടിച്ചേച്ച് ഷാപ്പുകാരുടെ അവിടെ ഇവൻ ദോശ മേടിക്കാൻ വന്നപ്പോൾ ഹോട്ടലിൽ ഞാനും ഇവനായിട്ട് ഇന്ന് സംസാരിച്ച്. അന്നേരവും ഞാൻ ഇവൻ്റെ അടുത്ത് പറയുന്നത് നല്ല മണമല്ലോ എന്നിട്ട് ഞാൻ ഇനി മാറി നിന്നേ വെച്ച് ഞാൻ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് മാറി എന്നാ നിൽക്കാനേ ഒക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ ആണുങ്ങൾ പോട്ടെന്നും പറഞ്ഞ് നിൽക്കുവാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ 8-10 ആയപ്പം പാലും മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവൻ അവിടെ ആ അലക്കുകടയുടെ തിണ്ണെ മറ്റവനെ കാത്ത് നിൽക്കുന്ന ചാരായക്കാരനെ കാത്ത് ഞാൻ നിന്നുകൊണ്ട് മറ്റവന് കൊണ്ടുകൊടുക്കാൻ വയ്യ. ഇത് ഞങ്ങൾ പരാതി എല്ലടവും ഞാൻ വിളിച്ച് പറഞ്ഞതാ. പോലീസിൽ പറഞ്ഞ് HHകാർ ഉടനെ ഇവരെ വിളിച്ച് പറയും കച്ചവടക്കാരെ. ആലഞ്ചേരി മുക്കി ഇല്ലാത്ത മയക്കുമരുന്നും കച്ചവടവും ഇല്ല. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ പെണ്ണ് ഞാനുമായിട്ട് അത്രയും അടുപ്പമുള്ളൊരു പെണ്ണാണ്. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്ന് നൈറ്റിയും തച്ച്. അന്നേരം അവൾ എൻ്റെ അടുത്ത് കരയും പറയുകയൊക്കെ ചെയ്ത് ചേച്ചി മക്കൾ വളർന്ന് പിന്നെ ഇങ്ങനെ ആയി, ചേച്ചിക്ക് അറിയത്തില്ലയോ, ഭയങ്കര ദുഃഖമാണ് ചേച്ചി. ദിവസവും നേരത്തെ ഒന്നും ഇത്ര ഇല്ലായിരുന്നു, ഇപ്പം നിങ്ങളുടെ മുക്കി വന്ന് വെള്ളം അടിച്ചേച്ച് വന്ന് വീട്ടിൽ ലഹളയാ ചേച്ചി എന്ന്. അന്നേരം ഞാൻ പറയാ പെണ്ണ തലവിധിയാ. നമ്മളല്ലാതെ എന്തോ പറയുന്നത്, നമ്മൾ ആരെടുത്താൽ ഇതൊക്കെ പരാതി പറയുന്നത്? പരാതി പറഞ്ഞാലും നമ്മളെപ്പോലുള്ളവർക്ക് ഇന്ന് കേൾക്കാൻ ആരും ഇല്ല എന്ന് ഞാൻ അവൾക്കൊള്ളെടുത്ത് സമാധാനവും പറഞ്ഞതാ. ഞങ്ങളെപ്പോലുള്ളവർ പരാതി പറഞ്ഞാൽ ഒരു രക്ഷയേ ഇല്ല. ഇതിപ്പോൾ അവനെ താങ്ങാൻ ആൾ കാണും. ചതിയോ ലോകത്ത് ഒരു മനുഷ്യനും ചെയ്യാത്തൊരു ചതി, വല്ലാത്ത ചതുവെന്നോയും. ഇനി ഇതിവിടെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഞങ്ങളുടെ മുക്കിലെ സ്ഥിതി അതാ. ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാവർക്കും സൈഡാണ്. അദ്ദേഹം കൊലപ്പെടുത്തിയതിനു ശേഷം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയാണ് അദ്ദേഹം. അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത്. അങ്ങനെ എല്ലാവരും അറിയുകയും അങ്ങനെ എല്ലാവരും അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും വന്ന് എത്തുകയും ചെയ്തത്. അദ്ദേഹം ഇന്ന് രാവിലെ ഞാൻ വാക്കിങ്ങിന് പോയെന്ന് ഞങ്ങൾ രണ്ടുപേരുടെ താഴെ മുറുക്കൻകടയിൽ മുറുക്കി ഒരു ഇതുമില്ലായിരുന്നു. അന്ന് ഒന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ആളല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്തായിരുന്നു എന്ന് ഇനി നമുക്ക് പിന്നീട് അറിയാൻ കഴിയും. പക്ഷേ അതിനെപ്പറ്റി നമുക്ക് അറിയുന്നില്ല. ഒരു വിഷയം നടക്കുന്നത്. പക്ഷേ ഈ ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും നല്ല അഭിപ്രായമാണ്. നല്ലൊരു 2 മക്കളും നല്ലൊരു കുടുംബജീവിതവും എല്ലാമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏത് വീട്ടിലായാലും ഒരു ഇച്ചിരി പ്രശ്നങ്ങൾ കാണില്ല. ആ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇവർ പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നം, ഇപ്പോൾ ഈ പ്രതിയായാലും പൊതുസമൂഹത്തിൽ ഒരു പ്രശ്നം നടത്തുന്ന വ്യക്തിയോ ഒന്നുമല്ല. വളരെ എല്ലാവർക്കും കാണുമ്പോൾ എല്ലാവരെയും കണ്ട് ചിരിച്ച്. അതുപോലെ തന്നെയാണ് ആ ചേച്ചി. മുട്ടമ്പല ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു ചേച്ചി പിരിഞ്ഞു.
ചേച്ചിയും തയ്യലും കാര്യങ്ങളും അണ്ണനും തയ്യലും കാര്യങ്ങളും ഒരു നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പോഴാണ് അവിടെ ബന്ധുക്കളിൽ നിന്ന് അറിഞ്ഞത് ഇദ്ദേഹത്തിന് സംശയരോഗം ഉണ്ടായിരുന്നു എന്നുള്ളത്. സംഭവം കേട്ടപ്പോൾ ആദ്യം തോന്നിയത് ആദ്യം തോന്നുന്നു വെച്ചാൽ ഈ ഒരു വീട്ടിൽ ഇങ്ങനെ നടന്നു അറിയോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം തോന്നുന്നത്. വെച്ചാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇവിടെ മറ്റ് പല വീടുകളിലും ഈ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പ്രശ്നം നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ വെള്ളം അടിച്ചിട്ട് വന്ന സംസാരം കാര്യങ്ങളും മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷേ ആ വീട്ടിൽ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടെ നടന്നു എന്ന് നമുക്കൊരു പെട്ടെന്നൊരു ഇത് വരത്തില്ല. പക്ഷേ ഈ വീട്ടിൽ ഇങ്ങനെ നടന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു അമ്പരപ്പ്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് നമുക്കുണ്ടായത്. എന്താ വെച്ചാൽ ഇന്നേ വരെ ഈ ചേച്ചിയെക്കുറിച്ചൊന്നും മോശമായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല ഈ നാട്ടിലെ ഒരു വ്യക്തികൾക്കും പറയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല അഭിപ്രായം. അവരവരുടെ കാര്യം നോക്കി അവർ അധ്വാനിച്ച് രാവിലെ മുതൽ ഓഫീസിൽ പോയി അധ്വാനിച്ചു. അത് കഴിഞ്ഞ് വന്ന് ബാക്കി സമയങ്ങളിൽ അവർ തയ്ച്ചു എല്ലാമാണ് കഴിഞ്ഞത്. പിന്നെ അത് കൂടാതെ 2 മക്കളുണ്ട്. ഒരു മോൻ ഗൾഫിലാണ്, ഇളയാൾ. മൂത്ത മോനുണ്ട്. ആ മരുമോളും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതെ അയൽവക്കക്കാർക്കും ആർക്കും ഒരു ദോഷമോ അല്ലെങ്കിൽ ഒരു ശല്യമോ ഇല്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. നമുക്കിത് അംഗീകരിക്കാൻ ഭയങ്കര ഞെട്ടലായി പോയി. നമുക്ക് അംഗീകരിക്കാൻ ഭയങ്കര ഒരു പ്രയാസം. എന്താ വെച്ചാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നേക്കുന്നത്. സ്വന്തം അനിയത്തിയല്ലെങ്കിൽ എൻ്റെ എൻ്റെ അമ്മയുടെ കുഞ്ഞമ്മയുടെ അനിയത്തിയില്ലെന്ന് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ ഇച്ചിരി പടിഞ്ഞാറ് പോയാൽ അടുത്ത ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ എല്ലാം കാറുണ്ട്. അതായിട്ടും ആള് പള്ളിക്കാർ മൊത്തം വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നേരത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വന്ന് ഭാര്യ വീട്ടിലാണ് താമസമെങ്കിലും അയാൾക്ക് തയ്യലറിയാം, നമുക്ക് തയ്യലറിയാം. അവിടെ കമ്പനി പോകുന്നല്ലാതെ ഒരുവിധം ന്യായമായിട്ട് മര്യാദയായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അത് കൊണ്ട് എന്തുവാ ഇന്നലത്തെ കാര്യം എനിക്കറിയാം. തയ്യലുണ്ട്. കിടക്ക വീട്ടിൽ നിന്ന് തട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കിടക്ക കട തയ്യല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കുട്ടിയെന്തോ എനിക്കറിയില്ല. അവളും തയ്ക്കും. നല്ല തയ്ക്കും. ഒരു കുഴപ്പമില്ല കഴിഞ്ഞോണ്ടിരുന്നു. ഒരു കുഴപ്പമില്ല. അവർക്ക് തയ്യാറുള്ളതെല്ലാം ഉണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് പോയ പിള്ളേരോട് ചോദിച്ചുള്ളതാണോ മോനെ ഒരുപാട് പറഞ്ഞുള്ളത്. നല്ല തങ്കറപ്പം ഇവരെല്ലാം രീതിയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കണ്ണു മുമ്പിലാണ് ഈ പണ്ടൊക്കെ നാട്ടിൽ നല്ല ഇവിടെ അങ്ങനെ ആർക്കും കണ്ടിട്ടില്ല. അങ്ങനെ വേറെ കാര്യമൊന്നുമില്ല. ഈ പെണ്ണിനെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് മനസ്സാലയല്ല.